ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റൊമാൻറ്റിക് ഡ്രാമ ആക്ഷൻ തെലുങ്ക് മൂവിയായ സർക്കാരു വാരിപ്പാട്ട എന്ന മൂവിയുടെ കഥയാണ്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ചെറിയ കുട്ടിയും അവൻ്റെ അച്ഛനും ഒരു ബാങ്കിലേക്ക് വരുന്നതായി കാണിക്കുന്നു. ഞങ്ങൾ എടുത്ത ലോണ് ഇപ്പോൾ അടച്ചു തീർക്കാൻ എനിക്ക് നിവർത്തിയില്ല, കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരണമെന്ന് ആ കുട്ടിയുടെ അച്ഛൻ ബാങ്ക് മാനേജറിനോട് പറയും. നിങ്ങൾ എടുത്ത ലോൺ എമൗണ്ട് മുഴുവനായും ഇപ്പോൾ തന്നെ അടച്ചേ മതിയാകൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഞങ്ങൾ ജപ്തി ചെയ്യുമെന്ന് ബാങ്ക് മാനേജർ പറയും. അത്രയും തുക ഉണ്ടാക്കി അടയ്ക്കാൻ കഴിയാത്തതിനാൽ ജപ്തി പേടിച്ച് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്യും. മരിക്കുന്നതിന് മുൻപ് ഒരു ലെറ്ററും അതിനു മുകളിൽ ₹1 ഒരു നാണയവും മകനായി വെച്ചിട്ടാണ് അവർ മരിക്കുക. ആ ലെറ്ററും നാണയവും എടുത്ത് ആ കുട്ടി വീട്ടിൽ നിന്നും പോകുന്നു. ബാങ്കിൽ നിന്നും വരുന്ന ഓഫീസേഴ്സ് ആ വീട് ജപ്തി ചെയ്യുന്നതായി കാണിക്കുന്നു. അനാഥനായ ആ കുട്ടിയെ അവൻ്റെ സ്കൂളിലെ ഒരു സാറ് ഒരു ഓർഫനേജിലാക്കും. ആ നാണയം കയ്യിൽ മുറുക്കി പിടിച്ച് അവൻ അവൻ്റെ അച്ഛനെയും അമ്മയെയും ഓർക്കുന്നു. അവരുടെ ഓർമ്മയ്ക്കായി അവൻ്റെ കഴുത്തിൽ ആ ₹1 നാണയം അവൻ ടാറ്റു ചെയ്യും. അവിടെ സീൻ കട്ട് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടിയെ കാണിക്കുമ്പോൾ അവനാണ് ഈ കഥയിലെ ഹീറോ മഹേഷ്. ഇവൻ ഫോറിൻ കൺട്രീസിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നയാളാണ്. എല്ലാ മാസവും കറക്റ്റായി പണം കൊടുത്തവരിൽ നിന്നും സ്ട്രിക്റ്റായി പണം തിരിച്ചു വാങ്ങാറുമുണ്ട്. ആരെങ്കിലും പണം തിരികെ കൊടുക്കാൻ മടിച്ചാൽ അവരെയെല്ലാം അടിച്ച് ശരിയാക്കി പണം തിരികെ മേടിക്കും. തൻ്റെ കയ്യിൽ നിന്നും ₹1 പോയാൽ പോലും അത് തിരിച്ചു മേടിക്കാതെ മഹേഷ് വിശ്രമിക്കില്ല. അവൻ്റെ കയ്യിൽ നിന്നും കുറച്ചുപേർ പണം മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോ അവരെയെല്ലാം അടിച്ച് ശരിയാക്കുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോയിൻ കലാവതിയെ കാണിക്കുന്നു. ഒരു ക്ലബിൽ ഫ്രണ്ട്സുമായി അവൾ ചീട്ട് കളിക്കുന്നു. അതിൽ അവൾ തോറ്റു പോകുന്നതായും കാണിക്കുന്നു. പല ആളുകളുമായി ഇതുപോലെ അവൾ ചീട്ട് കളിക്കാറുണ്ട്. അതിലൊക്കെ അവൾ തോൽക്കാറുമുണ്ട്. സോ ഈ വകയിൽ അവർക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു എമൗണ്ട് തന്നെ കടമായി ഉണ്ട്. അവൾ പണം കൊടുക്കാനുള്ളവരെല്ലാം വന്ന് അവളുടെ പണം തരണമെന്ന് ആവശ്യപ്പെട്ട് ചീത്ത വിളിക്കും. ഇവൾ ചീട്ട് കളിച്ച് തോറ്റ വകിൽ $10,000 കടം. സോ എന്ത് ചെയ്യണമെന്നറിയാതെ കലാവതി വിഷമിക്കുമ്പോൾ ഇന്ത്യയിലുള്ള ഒരുത്തൻ ഈ നാട്ടിൽ പണം പലിശയ്ക്ക് കൊടുക്കാറുണ്ട്. നീ അവനോട് ചോദിച്ചാൽ നിന്റെ കടം തീർക്കാനുള്ള പണം കിട്ടുമെന്ന് കലാവതിയുടെ ഫ്രണ്ട് അവളോട് പറയുന്നു. പക്ഷെ നിനക്ക് പണം തരണമെങ്കിൽ നിന്റെ പ്രൂഫൊക്കെ കൊടുക്കേണ്ടി വരുമെന്നും അത് തന്നെയല്ല, നീ പണം മേടിച്ചാൽ നിനക്കത് തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നും അവൻ ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമേ അവൻ പണം കടമായി കൊടുക്കാറുള്ളെന്നും ഫ്രണ്ട് പറയും. അവൻ്റെ കയ്യിൽ നിന്നും പണം മേടിക്കാൻ ഞാൻ എൻ്റെ ക്യാരക്ടർ തന്നെ മാറ്റുമെന്ന് കലാവതി പറയും. മഹേഷിനെ കുറിച്ചാണ് ഫ്രണ്ട് പറയുക. സോ മഹേഷ് റോഡിലൂടെ നടന്നു വരുമ്പോൾ കയ്യിൽ കുറച്ച് ബുക്സുമായി വന്ന് കലാവതി വോണ്ടഡായി തന്നെ മഹേഷിന്റെ ദേഹത്ത് തട്ടി താഴേക്ക് വീഴാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ മഹേഷ് അവൾ വീഴാതെ അവളുടെ കയ്യിൽ പിടിക്കും. അവളെ കാണുമ്പോൾ തന്നെ മഹേഷിന് അവളെ ഇഷ്ടമാകും. കലാവതിയും വളരെ ഡീസൻ്റായി മര്യാദയോടെ താഴെ വീണ ബുക്സൊക്കെ എടുത്ത് എനിക്ക് എക്സാമിന് ടൈമായി എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഒരു ബസ്സിൽ കയറി പോകുന്നു. ഇതൊക്കെ കണ്ട് അവളുടെ മേലെ മഹേഷിന് ഗുഡ് ഇംപ്രഷൻ ഫീലാകും. നെക്സ്റ്റ് ഡേ തന്നെ കലാവതി മഹേഷിന്റെ ഓഫീസിലേക്ക് ചെന്ന് എനിക്കൊരു $10,000 കടമായി തരുമോ എന്ന് ചോദിക്കും. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പ്രൂഫാണുള്ളതെന്ന് മഹേഷിന്റെ അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫുമില്ലെന്ന് കലാവതി പറയും. കാരണം കലാവതിയുടെ പ്രൂഫെല്ലാം അവൾ നേരത്തെ തന്നെ പണം കടമേടിച്ച ആളുകളുടെ കയ്യിലാണ്. ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പണം തന്നു തീർത്തു കഴിഞ്ഞ് മാത്രം എനിക്ക് ഈ പ്രൂഫൊക്കെ തിരിച്ചു മതിയെന്നും കലാവതി അവരോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ അവളുടെ കയ്യിൽ യാതൊരു പ്രൂഫുകളുമില്ല. ഒരു പ്രൂഫുമില്ലാതെ പണം കടം തരാൻ കഴിയില്ലെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. ഞാനൊരു ആശ്രമത്തിലാണ് വളർന്നത്. ഒരാളുടെ ഹെൽപ്പോടെയാണ് ഞാനിവിടെ പഠിക്കുന്നത്. എനിക്കെൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു $10,000 കൂടി ഫീസായി അടയ്ക്കാനായി വേണം. ദയവായി ആ തുക തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും കലാവതി പറയും. ഉറപ്പായും ആ പണം ഞാൻ തിരികെ തരുമെന്നും കലാവതി പറയുന്നു. അവൾ വളരെ ഫീലോടെ ഇമോഷണലായി സംസാരിക്കുന്നത് കേൾക്കുന്ന മഹേഷ് അവൾ പറയുന്നതൊക്കെ വിശ്വസിക്കും. സോ അവിടെ വെച്ച് തന്നെ $10,000 ഹീറോ അവൾക്ക് കൊടുക്കും. ആ പണവുമായി കലാവതി കോളേജിലേക്ക് പോകുന്നു. ബട്ട് അവൾ അറിയാതെ മഹേഷും അവളുടെ പുറകെ പോകും. അവൾ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്നും എന്താണ് പഠിക്കുന്നതുമെന്നുമൊക്കെ ഹീറോ അവിടെ നിന്നും മനസ്സിലാക്കും. മഹേഷും കലാവതിയും പിന്നെ അങ്ങോട്ട് എപ്പോഴും മീറ്റ് ചെയ്യും. വളരെ നല്ലൊരു പെണ്ണായി കലാവതി അവൻ്റെ മുൻപിൽ അഭിനയിക്കും. പലപ്പോഴും പല ഇമോഷണലായ കഥകളൊക്കെ മെനഞ്ഞെടുത്ത് കലാവതി അവനോട് പറയുകയും അവൻ്റെ സിമ്പതി മേടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. വളരെ ഫ്രണ്ട്ലിയായി അവനോട് സംസാരിച്ച് മയക്കി അവൻ്റെ പണമൊക്കെ പലപ്പോഴും അവൾ അടിച്ചു മാറ്റാറുമുണ്ട്. മഹേഷ് ഇതൊന്നും അറിയാത്തതിനാൽ കലാവതിയെ ഒരു ഡീസൻ്റായ നല്ല പെണ്ണായിട്ടാണ് അവൻ മനസ്സിലാക്കുക. അവൾക്ക് ആരുമില്ലാത്തതിനാൽ ഇനി മുതൽ അവളെ നന്നായി കെയർ ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് മഹേഷ് അവളെ ലവ് ചെയ്യാനും തുടങ്ങും.
സിൻസിയറായി ലവ് ചെയ്യുന്ന അവനെ കലാവതി നല്ല വെടിപ്പായി പറ്റിക്കുകയും ചെയ്യുന്നു. മഹേഷിന്റെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ട് തിരികെ നൽകാത്ത ഒരാൾ മഹേഷിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോടുമ്പോൾ ഹീറോ അവനെ പിടിക്കാനായി ഫോളോ ചെയ്യും. അവൻ ഓടിക്കയറുന്നത് ഒരു ക്ലബിലാണ്. അവിടെ വെച്ച് ഹീറോ അവനെ പിടിക്കുമെങ്കിലും അവിടെ കലാവതിയെ കൂടി കാണുന്ന ഹീറോ ഷോക്ക്ഡ് ആകും. അവിടെ ചീട്ട് കളിച്ചുകൊണ്ട് ഡ്രിങ്ക്സ് കഴിക്കുന്ന അവളെ കാണുമ്പോൾ ഹീറോ വളരെ അപ്സെറ്റ് ആകും. കാരണം അവളെ നല്ലൊരു പെണ്ണായി കണ്ട് ഹീറോ ലവ് ചെയ്യാനും തുടങ്ങിയിരുന്നു. അവൾ തന്നെ പറ്റിച്ചതാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകും. അവൾ പറഞ്ഞ കഥകളൊക്കെ നുണകളായിരുന്നെന്നും ഹീറോ മനസ്സിലാക്കുന്നു. സോ നെക്സ്റ്റ് ഡേ തന്നെ ഹീറോ കലാവതിയെ മീറ്റ് ചെയ്ത് ഞാൻ നിനക്ക് തന്ന $10,000 എനിക്ക് തിരിച്ചു വേണമെന്ന് പറയും. ഞാൻ ആ പണം ഒരിക്കലും തിരികെ തരില്ല, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യുന്ന കലാവതി പറയുമ്പോൾ ദേഷ്യം വരുന്ന ഹീറോ അവളുടെ മുഖത്തടിക്കുന്നു. കലാവതി ഉടനെ തന്നെ അവളുടെ അച്ഛന് കോൾ ചെയ്ത് ഇവിടെ ഒരുത്തൻ എന്റെ മുഖത്തടിച്ചെന്ന് പറയും. ഉടനെ തന്നെ കലാവതിയുടെ അച്ഛനും സെക്യൂരിറ്റീസും ഒക്കെ ഒരു ഹെലികോപ്റ്ററിൽ അവിടേക്ക് വരും. ഇന്ത്യയിലെ വലിയൊരു പവർഫുള്ളായ ഒരു ആളാണ് കലാവതിയുടെ അച്ഛൻ. പക്ഷെ അപ്പോൾ തന്നെ മഹേഷ് അവിടെ നിന്നും പോയിരുന്നു. തന്റെ കയ്യിൽ നിന്നും ഒരാൾ $1 മേടിച്ചതെങ്കിൽ പോലും അത് കണക്ക് പറഞ്ഞ് തിരിച്ചു മേടിക്കുന്ന ക്യാരക്ടറാണ് ഹീറോയുടേത്. കടം കൊടുത്ത പണം തിരികെ മേടിക്കാൻ ഹീറോ ഏതറ്റം വരെയും പോകും. ഇന്ത്യയിൽ ചെന്ന് കലാവതിയുടെ അച്ഛനെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കലാവതി മേടിച്ച $10,000 തിരിച്ചു മേടിക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഹീറോ ഇന്ത്യയിലേക്ക് പോകാനായി എയർപോർട്ടിലേക്ക് വരും. പക്ഷെ മഹേഷിനടുത്തായി എയർപോർട്ടിൽ മറ്റൊരു ലേഡി സാഡായിരിക്കുന്നത് ഹീറോ ശ്രദ്ധിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഇന്ത്യയിലെ വിശാഖപട്ടണം എന്നൊരു സ്ഥലത്താണ് കലാവതിയുടെ വീട്. അവിടെ തന്നെ ഒരു വീട് റെന്റിനെടുത്ത് മഹേഷ് സ്റ്റേ ചെയ്യും. ആ വീടിനടുത്ത് മഹേഷ് ഒരാളെ കാണും. അത് മറ്റാരുമല്ല, ചെറിയ പ്രായത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മഹേഷിനെ ഓർഫനേജിൽ ചേർത്ത അവന്റെ സ്കൂളിലെ സാറാണ് അത്. സോ സന്തോഷത്തോടെ മഹേഷ് സാറിനടുത്ത് ചെന്ന് സംസാരിക്കുന്നതായി കാണിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കലാവതിയുടെ അച്ഛൻ രാജേന്ദ്രനാഥിനെ കാണിക്കും. ഇയാളൊരു പാർട്ടി നേതാവും വലിയൊരു ബിസിനസ്മാനുമാണ്. സോ വലിയ പവർഫുൾ ഇമേജ് ഉള്ളൊരു ആളാണ് രാജേന്ദ്രനാഥ്. രാജേന്ദ്രനാഥിനെ ഹീറോ മീറ്റ് ചെയ്ത് അവളെ അടിച്ചെന്ന് പറഞ്ഞ പയ്യൻ ഞാൻ തന്നെയാണ്. അവളെ അടിക്കാൻ കാരണം അവൾ എൻ്റെ കയ്യിൽ നിന്നും നുണ പറഞ്ഞ് പണം മേടിച്ചതിനാണെന്നും അവൾ മേടിച്ച $10,000 എനിക്ക് തിരിച്ചു തരണം സാർ എന്നും പറയും. ആ പണം എനിക്ക് തിരിച്ചു തന്നാൽ ഈ പ്രശ്നങ്ങൾ ഇവിടം വെച്ച് തന്നെ അവസാനിപ്പിച്ചേക്കാമെന്നും മഹേഷ് പറയും. ശരി, നീ പറഞ്ഞതുപോലെ $10,000 ഞാൻ നിനക്ക് തരാം. പക്ഷെ അവളെ അടിച്ചതിന് നീ അവളോട് സോറി ചോദിക്കണം. അതിനുശേഷം നീ ആവശ്യപ്പെട്ടതുപോലെ കലാവതി കടം മേടിച്ച തുക ഞാൻ തരാമെന്നും രാജേന്ദ്രനാഥ് പറഞ്ഞുകൊണ്ട് കലാവതിക്ക് അയാൾ കോൾ ചെയ്ത് മഹേഷിന് കൊടുക്കും. പക്ഷെ കലാവതി മഹേഷിനോട് ഷൗട്ട് ചെയ്ത് ആ പണം നീ മറന്നേക്ക്, ഞാൻ ഇനി അത് തിരിച്ചു തരില്ലെന്നും പറയും. അവന് $1 പോലും കൊടുക്കരുത് അച്ഛ എന്നും കലാവതി രാജേന്ദ്രനാഥിനോട് പറയുന്നു. സോ മഹേഷിന് പണം തിരികെ നൽകാതെ സെക്യൂരിറ്റീസിനെ വിളിച്ച് മഹേഷിനെ അവിടെ നിന്നും അയാൾ പുറത്താക്കും. കലാവതിയുടെ അച്ഛൻ കാറിൽ കയറി ഓഫീസിൽ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ മഹേഷ് കാറിന് ഫ്രണ്ടിൽ വന്ന് നിൽക്കും. എൻ്റെ $10,000 തന്നേക്ക്, ഞാൻ മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കോളാമെന്നും മഹേഷ് രാജേന്ദ്രനാഥിനോട് പറയും. നിനക്ക് ഞാൻ പണം തരില്ലെന്ന് അയാൾ ദേഷ്യത്തോടെ ഹീറോയോട് പറയുമ്പോൾ ആ പബ്ലിക്കിന് മുമ്പിൽ വെച്ച് തന്നെ ഇയാളുടെ മകൾ എൻ്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങി, ഇയാൾ ആ പണം തിരിച്ചു തരുന്നില്ലെന്നും മഹേഷ് പറയും. എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ മഹേഷ് ഇൻസൾട്ട് ചെയ്യുന്നതിൽ രാജേന്ദ്രനാഥിന് അവൻ്റെ മേൽ വലിയ ദേഷ്യമാക്കും. സോ പെട്ടെന്ന് തന്നെ അയാൾ കാറിൽ നിന്നും ഒരു ഗൺ എടുത്തുകൊണ്ട് വന്ന് ഹീറോയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാളുടെ കൂടെയുള്ള ആളുകൾ രാജേന്ദ്രനാഥിനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഈ കാര്യം വലിയ ചർച്ചയാകും. കാരണം രാജേന്ദ്രനാഥ് ഒരു പാർട്ടി നേതാവും നല്ലൊരു ഇമേജ് ഉള്ളൊരു ആളുമാണ്. സോ ന്യൂസ് ചാനൽസിലെല്ലാം മഹേഷ് ഇന്റർവ്യൂ കൊടുത്ത് രാജേന്ദ്രനാഥ് തനിക്ക് പണം തരാനുണ്ടെന്നും താൻ കൊടുത്ത പണം തിരികെ ചോദിച്ചതിന് അയാൾ എന്നെ കൊല്ലാൻ നോക്കിയെന്നും ഹീറോ പറയും. ചാനൽസിലെല്ലാം ഇതൊരു വാർത്തയാകുമ്പോൾ വളരെ ടെൻസ്ഡ് ആകുന്ന രാജേന്ദ്രനാഥ് ഹീറോയെ മീറ്റ് ചെയ്ത് ഞാൻ നിന്റെ $10,000 തിരികെ നൽകാം, പക്ഷെ നീ വീണ്ടും മീഡിയാസിനോട് ഞാൻ നിനക്ക് പണം തരാനില്ലായിരുന്നെന്നും രാജേന്ദ്രനാഥ് എന്ന ഞാൻ നിന്റെ കയ്യിൽ നിന്നും പണം കടം മേടിച്ചത് നീ പറഞ്ഞുണ്ടാക്കിയ നുണയായിരുന്നെന്നും പറയാൻ പറയും. തൻ്റെ പണം തിരികെ തന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ മീഡിയാസിനോട് പറയാമെന്ന് മഹേഷ് സമ്മതിക്കുന്നു. സോ രാജേന്ദ്രനാഥ് ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടും. ആ മീറ്റിൽ വെച്ച് ഹീറോ രാജേന്ദ്രനാഥ് തൻ്റെ കയ്യിൽ നിന്നും പണം കടം മേടിച്ചിരുന്നില്ലെന്നും ഇതൊക്കെ താൻ കളവ് പറഞ്ഞതാണെന്നും പറയും. നീ കളവ് പറഞ്ഞ നാടിനെയും ജനങ്ങളെയും പറ്റിച്ചു. സോ നിന്നെ പോലെയുള്ള ആളുകളെയെല്ലാം പോലീസിന് പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് മീറ്റിംഗിലുള്ള ആളുകൾ മഹേഷിനെതിരെ ശബ്ദമുണ്ടാക്കുമ്പോൾ ഒന്ന് നിർത്തൂ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, കുറച്ചു നേരത്തേക്ക് നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ എന്നും ഹീറോ പറയും. അതിനുശേഷം ഹീറോ രാജേന്ദ്രനാഥിനെ ചൂണ്ടി എനിക്ക് ഇയാൾ $10,000 തരാനില്ല, എനിക്ക് ഇയാൾ 10,000 കോടിയാണ് തരാനുള്ളതെന്ന് പറയും. ഇത് കേൾക്കുന്ന രാജേന്ദ്രനാഥ് പെട്ടെന്ന് ഷോക്ക്ഡാകും.
ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയതെന്ന ഭാവത്തോടെ രാജേന്ദ്രനാഥ് ഹീറോയെ നോക്കുന്നിടത്ത് സീൻ കട്ട് ചെയ്ത് ഹീറോ രാജേന്ദ്രനാഥിനെ മീറ്റ് ചെയ്യാനായി ഇന്ത്യൻ എയർപോർട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ലേഡിയെ കണ്ടിരുന്നു. ആ ലേഡി ഒരു ബാങ്ക് മാനേജറാണ്. അവരുടെ ബാങ്കിൽ നിന്നും രാജേന്ദ്രനാഥ് 10,000 കോടി രൂപ ലോണായി എടുത്തിരുന്നു. ആ പണം തിരികെ നൽകാതെ രാജേന്ദ്രനാഥ് ആ ലേഡിയെ കൊല്ലുമെന്നും വാൺ ചെയ്ത് ഭയപ്പെടുത്തിയിരുന്നു. ആ ലേഡി രാജേന്ദ്രനാഥിന്റെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ടാണ് അയാൾക്ക് 10,000 കോടി രൂപ ലോൺ കൊടുത്തതെന്ന് പറഞ്ഞ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ രാജേന്ദ്രനാഥിനെതിരെ തെളിവുകളൊന്നുമില്ലാത്തതിനാൽ ഈ കേസിൽ അയാൾ രക്ഷപ്പെടും. ഇതിനാലാണ് തനിക്ക് 10,000 കോടി രൂപ ഇയാൾ തരാനുണ്ടെന്ന് ഹീറോ പറയുക. ഈ കാര്യങ്ങൾ അറിയുന്ന രാജേന്ദ്രനാഥ്, ഓ, ഇതിനാണോ 10,000 കോടി വേണമെന്ന് നീ പറഞ്ഞത്? ശരി, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഹീറോയെ അയാൾ കൂട്ടിക്കൊണ്ടുപോകും. സെൻട്രൽ മിനിസ്റ്റേഴ്സിനിടയിലും സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിനിടയിലും തനിക്ക് നല്ല ബന്ധങ്ങളുണ്ടെന്നും സോ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും മഹേഷിന് കാണിച്ചു കൊടുക്കാനാണ് മഹേഷിനെയും കൂട്ടി അയാൾ പോകുന്നത്. ഓരോ മന്ത്രിമാരെയും കണ്ട് അയാൾ വളരെ ഫ്രണ്ട്ലിയായി സംസാരിക്കുന്നത് മഹേഷിന് കാണിച്ചു കൊടുക്കും. അതിനുശേഷം രാജേന്ദ്രനാഥ് മഹേഷിനെ വിളിച്ച്, നീ ഇപ്പോൾ എൻ്റെ പവർ കണ്ടല്ലോ, നിനക്കെന്നല്ല ആർക്കും എന്നെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. ഞാൻ എത്ര കോടി തട്ടിയെടുത്താലും എൻ്റെ പേരിൽ ഒരു നോട്ടീസ് പോലും അയക്കാൻ അവർക്കെല്ലാം ഭയമാണ്. സോ നീ മര്യാദയ്ക്ക് തിരികെ പോകുന്നതാണ് നല്ലതെന്ന് രാജേന്ദ്രനാഥ് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ കടം മേടിച്ച ലോണിന്റെ നോട്ടീസ് നിങ്ങളുടെ പേരിൽ വന്നാൽ ആ പണം നിങ്ങൾ തിരികെ നൽകുമോ എന്ന് മഹേഷ് ചോദിക്കും. ശരി, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ലീഗൽ നോട്ടീസ് അയക്കാൻ പറഞ്ഞ് രാജേന്ദ്രനാഥ് അവിടെ നിന്നും പോകുന്നു. രാജേന്ദ്രനാഥ് ലോൺ എടുത്ത ബാങ്കിലേക്ക് ഹീറോ ചെന്ന് അയാൾ ഇവിടെ നിന്നും 10,000 കോടി ലോൺ എടുത്തതിനാൽ അയാളുടെ പേരിൽ നോട്ടീസ് അയക്കണമെന്ന് പറയും. തന്നെ കൊണ്ട് അത് സാധിക്കില്ലെന്ന് ബാങ്ക് മാനേജർ പറയുന്നു. ഇത്ര പറഞ്ഞിട്ടും ബാങ്ക് മാനേജർ സമ്മതിക്കാത്തതിനാൽ ഹീറോ അയാളെ നല്ല രീതിയിൽ അടിക്കും. രാജേന്ദ്രനാഥിന്റെ വീടിന് മുൻപിൽ നോട്ടീസ് ഒട്ടിക്കാൻ ആർക്കെങ്കിലും വരാൻ പറ്റുമോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഞാൻ നിങ്ങളുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറയും. സോ അവർ ഒരു ലീഗൽ നോട്ടീസ് തയ്യാറാക്കി രാജേന്ദ്രനാഥിന്റെ വീട്ടിലേക്ക് ചെല്ലും. പക്ഷെ അവർ വരുന്ന വഴി രാജേന്ദ്രനാഥിന്റെ ആളുകൾ അവരെ തടയാൻ വഴി ബ്ലോക്ക് ചെയ്ത് നിൽക്കും. സോ ബൈക്കുമായി വരുന്ന ഹീറോ ഉടനെ തിരിച്ചുപോയി ഒരു ലോറിയുമായി സ്പീഡിൽ വരും. ലോറി തങ്ങളുടെ ദേഹത്ത് ഇടിക്കുമോ എന്ന് ഭയന്ന് അവരെല്ലാം പല വഴിക്ക് ഓടുന്നു. അങ്ങനെ ഹീറോ ആ ബാങ്ക് സ്റ്റാഫുമായി രാജേന്ദ്രനാഥിന്റെ വീട്ടിൽ ചെന്ന് ആ ലീഗൽ നോട്ടീസ് അയാളെ വായിച്ച് കേൾപ്പിച്ച് വീടിന് ഫ്രണ്ടിൽ സ്റ്റിക്ക് ചെയ്യും. എന്നാലും 10,000 കോടി ഡോളർ തിരികെ നൽകില്ലെന്ന വാശിയിലാണ് രാജേന്ദ്രനാഥ്. ഈ സമയം ഫോറിനിൽ പഠിച്ചുകൊണ്ടിരുന്ന കലാവതിയും ഇന്ത്യയിലേക്ക് വരും. അച്ഛൻ ചെയ്യുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണെന്ന് കലാവതിയും മനസ്സിലാക്കും. മഹേഷ് ന്യായത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്നും കലാവതി മനസ്സിലാക്കുന്നു. സോ മഹേഷിന് വേണ്ടി അവൾ അച്ഛനെക്കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. കലാവതിക്കും മഹേഷിനോട് ക്രഷ് തോന്നും. സോ രണ്ടുപേരും ലവ് ചെയ്യാൻ തുടങ്ങും. മഹേഷിന്റെ സ്കൂളിലെ സാറും ആ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് വീട് വെച്ചത്. അയാൾക്ക് 2 മാസം ലോൺ അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ബാങ്കിൽ നിന്ന് സ്റ്റാഫുകൾ അയാളുടെ വീട്ടിൽ ചെന്ന് ചീത്ത പറയും. ഇതൊക്കെ കേൾക്കുന്ന മഹേഷിന് ദേഷ്യം വന്ന് ആ സ്റ്റാഫുകളെ എല്ലാം അടിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കാണുന്ന ആ കോളനിയിലെ ആളുകൾ മഹേഷിനെ തടഞ്ഞു നിർത്തി, നീ അവരെയെല്ലാം അടിച്ചിട്ട് നീ നിന്റെ വഴിക്ക് പോകും. ഞങ്ങളെല്ലാവരും ആ ബാങ്കിൽ നിന്നും ലോൺ എടുത്തവരാണ്. ഇതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നമുണ്ടായാൽ ഞങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക. ഇതിനെതിരെ നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ ലീഗലായി ചെയ്യണമെന്നും അയാൾ പറയുമ്പോൾ, സാധാരണക്കാർ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഒരു തവണ അടയ്ക്കാതെ വന്നാൽ ബാങ്കിലെ സ്റ്റാഫുകൾ സാധാരണക്കാരുടെ വീട്ടിൽ കയറി ചീത്ത വിളിക്കും. പക്ഷെ രാജേന്ദ്രനാഥിനെ പോലെയുള്ള ഹൈ പ്രൊഫൈൽ ആളുകൾ കോടികൾ ലോൺ എടുത്തിട്ടും അതൊക്കെ തിരിച്ചടയ്ക്കാതെ ഈ നാട്ടിൽ വിലസിയാലും ആർക്കും പ്രശ്നമില്ല. ആ സമയം സാധാരണക്കാർ ഒരു ചെറിയ തുക ലോൺ എടുത്താൽ പോലും അവന്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങാൻ ബാങ്കുകാർ വരും. ഇതെന്ത് നീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്നും പോകും. കോടികൾ ലോൺ എടുത്തവർ പണം തിരികെ നൽകുന്നില്ലെങ്കിൽ ചെറിയ എമൗണ്ടുകൾ ലോൺ എടുത്ത നമ്മൾ എന്തിനു തിരിച്ചടയ്ക്കണമെന്ന് ആ കോളനിയിലെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും. സോ എല്ലാവരും ഇനി മുതൽ ഞങ്ങളുടെ മന്ത്ലി EMI അടയ്ക്കില്ലെന്ന് ഒരു ബോർഡ് എഴുതി എല്ലാവരുടെയും വീടിന് ഫ്രണ്ടിലായി തൂക്കുന്നു. ഈ ന്യൂസ് ചർച്ചയാകും. പല സ്റ്റേറ്റ്സുകളിലുള്ള ആളുകളും ഇതൊക്കെ അറിയും. രാജേന്ദ്രനാഥ് എടുത്ത ലോണ് തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ് ആളുകൾ പോരാട്ടത്തിന് മുൻകൈയെടുക്കുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റായും സേവിങ്സായും ബാങ്കിൽ ക്യാഷ് നിക്ഷേപിച്ചവരെല്ലാം ആ പോരാട്ടത്തിന്റെ ഫലമായി പണം തിരികെ എടുക്കുന്നു.
എല്ലാവരും പണം തിരികെ എടുത്തതിനാൽ ബാങ്കുകളിൽ പണത്തിന് ഷോർട്ടേജ് ഉണ്ടാകും. സോ പ്രൈം മിനിസ്റ്റർ രാജേന്ദ്രനാഥിന് കോൾ ചെയ്ത് നീ കടം മേടിച്ച 10,000 കോടി തിരിച്ചടയ്ക്കണമെന്ന് പറയും. ഇതിന് പകരമായി രാജേന്ദ്രനാഥ് ആ നാട്ടിലെ ജനങ്ങളെയെല്ലാം അവന്റെ ആളുകളെ വെച്ച് കടത്തിക്കൊണ്ടുപോയി ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. മഹേഷിന്റെ പേരിലും കള്ളക്കേസുണ്ടാക്കി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും. പോലീസ് കൊണ്ടുപോയ ആളുകളെ തിരികെ വേണമെങ്കിൽ ബാങ്കിൽ നിന്നും ജനങ്ങൾ പിൻവലിച്ച തുകകൾ വീണ്ടും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നും EMI-കളെല്ലാം തിരിച്ചടയ്ക്കണമെന്നും രാജേന്ദ്രനാഥ് പറയും. മഹേഷിനെ പിടിച്ചുകൊണ്ടുവന്ന് കൊല്ലാൻ രാജേന്ദ്രനാഥ് തുടങ്ങുമ്പോൾ നിങ്ങൾ തൽക്കാലം ഇവനെയൊന്നും ചെയ്യേണ്ട സാർ, ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പോലീസുകാർ പറയുകയും മഹേഷിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ അവർ പ്ലാൻ ഇടുകയും ചെയ്യും. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ബാങ്കിൽ നിന്നും എടുത്ത പണം അടയ്ക്കാനും EMI പേ ചെയ്യാനുമായി ആളുകളെല്ലാം ബാങ്കിലേക്ക് വരുമ്പോൾ ബാങ്ക് സീൽ ചെയ്ത് ലോക്ക് ചെയ്തിരിക്കുന്നത് അവർ കാണും. ഇതൊക്കെ ചെയ്തത് ഹീറോ തന്നെയാണ്. ഹീറോ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന പോലീസുകാർ രാജേന്ദ്രനാഥ് പോയതിനു ശേഷം ഹീറോയെ വെറുതെ വിടും. ബാങ്ക് സീൽ ചെയ്തത് തകർത്ത് രാജേന്ദ്രനാഥിന്റെ ആളുകൾ അകത്ത് കയറുമ്പോൾ അകത്ത് നമ്മുടെ ഹീറോ ഉണ്ട്. അവരെയെല്ലാം ഹീറോ എങ്ങനെയൊക്കെ അടിക്കാമോ അങ്ങനെയൊക്കെ അടിക്കും. ഇതൊക്കെ അറിയുന്ന രാജേന്ദ്രനാഥ് മഹേഷിനെ കൊല്ലാനായി അങ്ങോട്ട് വരും. അയാളെ കാണുന്ന ജനങ്ങൾ അയാളെ കൂട്ടമായി തല്ലാൻ തുടങ്ങും. പക്ഷെ അവരുടെ കയ്യിൽ നിന്നും ഹീറോ രാജേന്ദ്രനാഥിനെ രക്ഷിച്ച് കാറിൽ കൂട്ടിക്കൊണ്ടു പോകും. താൻ ചെയ്തതൊക്കെ തെറ്റായ കാര്യങ്ങളായിരുന്നെന്ന് രാജേന്ദ്രനാഥ് മനസ്സിലാക്കും. സോ അയാൾ കടമെടുത്ത 10,000 കോടി രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്യും. അയാൾ മൂലം ജയിലിലായ ബാങ്ക് മാനേജരും പുറത്തു വരും. ആ ലേഡിക്ക് പോയ ജോലിയും തിരികെ ലഭിക്കും. ആ ലേഡി മഹേഷിനെ മീറ്റ് ചെയ്ത് എല്ലാത്തിനും താങ്ക്സ് പറയും. ഇത് കേട്ടയുടനെ മഹേഷ് ഒരു കാര്യം അവരോട് പറയും. അതായത് മൂവിയുടെ ഫസ്റ്റ് സീനിൽ മഹേഷിന്റെ അച്ഛൻ ഒരു ബാങ്ക് മാനേജറിനോട് ലോൺ അടച്ചു തീർക്കാൻ കുറച്ച് സമയം തരണമെന്ന് പറഞ്ഞിരുന്നു. ആ ബാങ്ക് മാനേജർ മറ്റാരുമല്ല, ആ ലേഡി തന്നെയാണ്. ആ ലേഡിയാണ് മഹേഷിന്റെ വീടും ജപ്തി ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം മഹേഷ് ആ ലേഡിയോട് പറയുന്നു. ഇത് കേട്ടയുടനെ ആ ലേഡി വളരെ ഇമോഷണലായി മഹേഷിനോട് കരഞ്ഞുകൊണ്ട് സോറി ചോദിക്കും. അവരുടെ അടുത്ത് നിന്നും ഹീറോ സന്തോഷത്തോടെ തിരികെ പോകുന്നതായി കാണിക്കുന്നിടത്താണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയും ഇതിന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.